എക്സാമിന് വേണ്ടി പഠിച്ച് എഴുതി തുടങ്ങുമ്പോൾ ചിലപ്പോൾ ആദ്യത്തെ എക്സാമിൽ നമ്മൾ പ്രിലിംസ് തന്നെ ക്ലിയർ ആവില്ല. അപ്പോൾ നമ്മൾ മെന്റലി ഡൗൺ ആവും. നമുക്ക് അതിനുള്ള കഴിവില്ലേ, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെക്കാട്ടിലും മോശക്കാരാണോ എന്നൊക്കെ നമുക്ക് തോന്നുന്ന അവസ്ഥകളുണ്ടാവും. അതും പോരായിട്ട് എക്സർവൈസ്മെന്റ് ആകുമ്പോൾ പ്രായം ഉണ്ടാവും 40 അടുത്ത്. വീട്ടുകാരും നാട്ടുകാരും ചോദിക്കും, അവൻ ഈ പ്രായത്തിലും ജോലി ഇട്ടറിഞ്ഞു വന്നിട്ട് ഇനിയിപ്പോൾ ഇവ എന്തിനു പഠിക്കാൻ പോകുന്നു. അങ്ങനെ പല അപഹാസ്യങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ചിലപ്പോൾ കേൾക്കേണ്ടി വരും. അപ്പോൾ ആദ്യം എക്സാം ഒക്കെ ക്ലിയർ ആവാതെ, പ്രിലിംസ് പോലും ക്ലിയർ ആവാതെ വരുമ്പോൾ നമുക്ക് വിഷമം തോന്നും. 20 വർഷം സർവീസിലിരുന്ന ഒരാൾ പെട്ടെന്നൊരു പഠനത്തിലേക്ക് ഒന്ന് സ്വിച്ച് ഓൺ ചെയ്യുന്ന ആ ഒരു ഇതിലേക്ക് മാറുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഫസ്റ്റ് ഉണ്ടായിരുന്നു ആളിന്. പ്രത്യേകിച്ച് മാത്സ് നമുക്കൊന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എൻ്റെ ഭാര്യയോടാണ് സന്തോഷം ഷെയർ ചെയ്യുന്നത്. കാരണം എൻ്റെ എന്ത് കൊച്ചു സന്തോഷത്തിനും അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഭാര്യയുടെ ആ ഒരു സന്തോഷം കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എല്ലാം ആദ്യം വൈഫിനോടാണ് പറയുന്നത്. എൻ്റെ പേര് വിശാഖ്. ഞാനൊരു എക്സ് ഡിഫൻസ് പേഴ്സണലാണ്. ഇന്ത്യൻ എയർഫോഴ്സിൽ 20 വർഷം ഞാൻ സെർവ് ചെയ്തു. അതിനുശേഷം 2022 ഞാൻ റിട്ടയർമെൻ്റ് എടുത്ത് വന്നു, നാട്ടിൽ ജീവിക്കാൻ തുടങ്ങി. അന്നേരമാണ് ഒരു സെക്കൻഡ് കരിയറിനെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയത്. അപ്പോൾ എന്ത് വേണം, വീണ്ടും ഗവൺമെൻറ് സെക്ടർ തന്നെ ട്രൈ ചെയ്യണമോ അതോ ബിസിനസ് ഫീൽഡ് ചെയ്യണോ, എന്ത് വേണം, അങ്ങനെ ആലോചിച്ചപ്പോഴാണ് വരാന്ത റേസ് എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് കേട്ടതും. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കെല്ലാം അന്വേഷിക്കാനും ഒക്കെ സൗകര്യങ്ങളുണ്ടല്ലോ, ഗൂഗിളും റിവ്യൂസും അല്ലെങ്കിൽ ഫ്രണ്ട്സ് വഴിയും ആൾക്കാർ വഴിയും. അങ്ങനെ ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ടാണ് അവസാനം ഒരു തീരുമാനം എടുത്തു. ഓക്കെ, ബാങ്കിങ്ങിനും SSCക്കും ഒക്കെ കൂടിയായിട്ട് വരാന്ത റേസിലൊന്ന് ചേരാം, കോച്ചിങ് എടുക്കാം, പഠിച്ചിട്ട് ടെസ്റ്റുകൾ എഴുതാം, വീണ്ടും ഗവൺമെൻറ് ജോബിനെ ട്രൈ ചെയ്ത് നോക്കാം എന്ന് തോന്നിയത്. അങ്ങനെ ഞാൻ 2023 അറൗണ്ട് ജനുവരി സമയത്ത് വരാന്ത റേസിൽ പോയി അഡ്മിഷൻ എടുത്തു. അങ്ങനെ അവിടെ ഡെയിലി ക്ലാസ്സുകൾക്ക് പോകാൻ തുടങ്ങി. അവിടുത്തെ രീതികളൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. ഒരു എക്സർവീസ്മെൻ്റ് ആകുമ്പോൾ അവിടെ സാധാരണ പഠിക്കാൻ വരുന്ന കുട്ടികളെല്ലാം കുറച്ച് പ്രായത്തിൽ ഞങ്ങളെക്കാട്ടിലും കുറവായിരിക്കുമല്ലോ. ഡിഗ്രി കഴിഞ്ഞ് വന്നവരായാലും 20 വയസ്സ് അറൗണ്ട് 20s ഞാനൊക്കെ 20 വർഷം ഒരു സർവീസ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ അറൗണ്ട് 40 അവർ ആകുമ്പോഴാണ് അവിടെ എത്തപ്പെട്ടത്. അപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നവർ നമ്മളവിടെ എങ്ങനെ ബിഹേവ് ചെയ്യും, കൂടെ അവരൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്യും, അതൊക്കെയായിരുന്നു എനിക്ക് എൻ്റെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്നത്. ചെന്ന് അവിടെ എത്തി 2-3 ദിവസത്തിനകം തന്നെ നമുക്ക് മനസ്സിലായി, പഠിപ്പിക്കാൻ വരുന്നവരും മെൻറ്റേഴ്സും എല്ലാം എക്സർവീസ്മെൻറ്റിനെ അവർ അർഹിക്കുന്ന രീതിയിലുള്ള ബഹുമാനവും ബിഹേവിയറും ഒക്കെ തന്നെയായിരുന്നു എക്സർവീസ്മെൻറ്റിനോട് അവർക്ക്. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അതുകൊണ്ട് ഞാൻ എക്സർവീസ്മെൻറ്റിന് പ്രത്യേകമായി റെക്കമെൻഡ് ചെയ്യുന്നു കോച്ചിങ്ങിന് വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ പഠിച്ചു. ഇത്തവണ 2024 CHSL SSCയുടെ CHSL എക്സാം, അതായത് +2 ലെവൽ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവലിലുള്ള എക്സാം ഞാൻ ക്ലിയർ ആയിട്ടുണ്ട്. എനിക്ക് മിനിസ്ട്രി ഓഫ് അനിമൽ ഹസ്ബൻഡറി ഫിഷറീസ്, ആ മിനിസ്ട്രിയിൽ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റായിട്ട് നിയമനം ലഭിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ പ്രിപ്പറേഷനിൽ ഫാമിലി സൈഡിൽ നിന്നുള്ള സപ്പോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫാമിലി സൈഡിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയാൽ മാത്രമല്ലേ നമുക്ക് എന്തിനും ഇറങ്ങിത്തിരിക്കാൻ പറ്റൂ. അപ്പോൾ എല്ലാത്തിനും ആധാരം ക്യാഷ് ആണല്ലോ. മെയിനായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ വൈഫ് ഫാമിലിയിലൊരു ഏർണിംഗ് മെമ്പറാണ്. അതുകൊണ്ട് പുള്ളിക്കാരത്തി പറഞ്ഞു, നിങ്ങൾ പഠിച്ചോളൂ, എത്ര വേണമെങ്കിലും പഠിച്ചോളൂ. ഫാമിലിയിൽ ഫിനാൻഷ്യൽ എന്ന ആ ഒരു സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ സമാധാനമായിട്ട് മനസ്സമാധാനത്തോടുകൂടി പഠിച്ചോളൂ, ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് എൻ്റെ വൈഫ് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിനാൻഷ്യലി എൻ്റെ വൈഫ് ഒരു ഏർണിംഗ് മെമ്പർ ആയതുകൊണ്ടാണ് എനിക്ക് മനസ്സമാധാനത്തോടുകൂടി പഠിക്കാൻ കഴിഞ്ഞതും ഇപ്പോൾ ഇത് ഈ CHSL ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞതും. ഹായ്, ഞാൻ നീതു കൃഷ്ണ. ഞാനൊരു സംരംഭകയാണ്. ഹസ്ബൻഡ് വന്നിട്ട് എയർഫോഴ്സിലായിരുന്ന ഒരു സമയത്താണ് ഞാൻ എൻ്റെ സംരംഭം തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തിൽ ഒരു ബിസിനസ് തുടങ്ങി അത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരു സമയത്താണ് റിട്ടയറായി വരുന്നത്. അപ്പോൾ വീട്ടിൽ ഹസ്ബൻഡ് വരുന്ന സമയത്ത് ബിസിനസ്സും ആദ്യം കരുതി ബിസിനസ് തന്നെ ഹസ്ബൻഡിനെ കൂടെ എനിക്കൊരു സപ്പോർട്ട് ലഭിക്കും, അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഒരു പ്ലാൻ ചെയ്തിരുന്നത്. പിന്നീട് തോന്നി വീട്ടിൽ ഒരു സ്ഥിര വരുമാനമുള്ളത്, അതൊരു ഗവൺമെൻറ് ജോലി, ഗവൺമെൻറ് സെക്ടർ വർക്ക് ചെയ്യുന്ന ഒരാൾ അത്യാവശ്യമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു.
അങ്ങനെയാണ് ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ ഫസ്റ്റ് തന്നെ ബാങ്ക് കോച്ചിങ് കാര്യങ്ങളൊക്കെ നോക്കാം. കൂടെയുള്ള ഫ്രണ്ട്സ് പലരും പഠിക്കാനായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് റേസിനെ കുറിച്ച് ഞങ്ങൾ അറിയാനായിട്ട് സാധിച്ചത്. എൻ്റെ 1-2 ഫ്രണ്ട്സും കസിൻസും ഒക്കെ അവിടെ റേസിൽ ഓൾറെഡി പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മനസ്സിലായി, റേസിൽ ജോയിൻ ചെയ്തു. ഫസ്റ്റ് കാരണം ഒരു 20 വർഷം സർവീസിലിരുന്ന ഒരാൾ പെട്ടെന്നൊരു പഠനത്തിലേക്ക് ഒന്ന് സ്വിച്ച് ഓൺ ചെയ്യുന്ന ആ ഒരു ഇതിലേക്ക് മാറുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഫസ്റ്റ് ഉണ്ടായിരുന്നു ആളിന്. പ്രത്യേകിച്ച് മാത്സ് നമുക്കൊന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ധാരാളം വർക്ക് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഹസ്ബൻഡിൽ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി ആയിരുന്നു. സ്ഥിരമായിട്ട് ഏത് വിഷയമാണോ അറിയാണ്ടിരുന്നത്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മാത്സിൽ തന്നെ ഒരു സെക്ഷനാണല്ലോ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പോർഷൻ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അറിയാത്തത് ഏതാണോ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് ചെയ്ത് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതായിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്, നമ്മൾ ഏത് കാര്യത്തിലാണോ ഏറ്റവും കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നത്, അതെനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്, അതിലൊരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് തനിക്കത് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലഭിക്കുമെന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഈ ഒരു വിജയത്തിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യമാണ്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഹസ്ബൻഡ് ഈ ഒരു ലിസ്റ്റിൽ വന്ന ഒരു ജോലിയിലേക്ക് എത്തുന്ന ഈ ഒരു അവസരത്തിൽ ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങളൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു 10 വർഷം മുന്നേ ഞാനും ബാങ്ക് കോച്ചിങ്ങും മറ്റു ബന്ധപ്പെട്ട ധാരാളം ടെസ്റ്റുകളൊക്കെ എഴുതുന്നുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് തന്നെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഞാനും ബാങ്കിനും PSC കോച്ചിങ്ങിനൊക്കെ ഞാനും പോയിട്ടുണ്ട്. 8ഓളം ലിസ്റ്റുകളിൽ ഞാനും വന്നിട്ടുണ്ട്. ഇൻ്റർവ്യൂ എത്തുന്ന സമയത്താണ് എനിക്ക് പലപ്പോഴായിട്ടും എനിക്ക് കിട്ടാതെ വരുന്നത്. അതിനുശേഷം ധാരാളം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്ന് ഹോസ്പിറ്റൽ കേസസ് എനിക്ക് ധാരാളം തുടരെ വന്നപ്പോഴേക്കും എനിക്ക് ചാൻസസ് ഏറെ ഉണ്ടായിരുന്നു പഠിക്കാനായിട്ടും. അതുപോലെ തന്നെ എനിക്കൊരു ജോലി കിട്ടും എന്നുള്ള ആ ഒരു ആ ഒരു സന്തോഷകരമായിട്ടുള്ളൊരു നമുക്ക് ആ ഒരു റിസൾട്ട് അറിയുന്നതിനോട് ഭയങ്കര കാത്തിരിക്കുന്ന പല ദിവസങ്ങളുണ്ടായിരുന്നു. പക്ഷെ കിട്ടാതെ പോയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ഞാൻ ഒരു ബിസിനസ്സിലേക്ക് എന്നുള്ള തലത്തിലേക്ക് ഞാൻ ചിന്തിക്കുകയും അതിലേക്ക് വരുന്നതും. അപ്പോൾ ഹസ്ബൻഡ് ഇപ്പോൾ റിട്ടയറായി വന്നു, അതിനുശേഷം ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം എനിക്ക് ചെയ്യാനായിട്ടും എനിക്ക് ലഭിക്കാത്തൊരു കാര്യം, ഓൾറെഡി ഒരുപാട് കഴിവുള്ള ആളാണ്, അതെനിക്ക് നന്നായിട്ട് അറിയാം. ധാരാളം സ്കിൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ മാത്സ് ഇപ്പോൾ ജനറൽ അവയർനെസ്, മറ്റ് നമ്മളുടെ ഈ ഒരു എക്സാംസിൽ വരുന്ന പല സെക്ഷൻസിലും പല കാര്യങ്ങളും ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന അത്രയും ബുദ്ധിയുള്ള ആളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടാതിരിക്കില്ല. അപ്പോൾ തുടക്കത്തിലൊക്കെ ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ ആദ്യം ലിസ്റ്റിലൊന്നും വന്നിട്ടില്ല. അതിനുശേഷം പിന്നീട് ലിസ്റ്റിലൊക്കെ വന്നു തുടങ്ങി. ഫസ്റ്റ് ടയർ 1 കിട്ടും, ചിലപ്പോൾ കിട്ടത്തില്ല. ഇങ്ങനെ വരുമ്പോൾ ആദ്യം കിട്ടിക്കഴിയുമ്പോൾ സെക്കൻഡ് ലെവൽ എഴുതി തുടങ്ങുമ്പോൾ ചിലപ്പോൾ കിട്ടാതെ വരുമ്പോൾ എന്നോട് പറയും ഞാൻ ഇനി എഴുതുന്നില്ല, എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാൻ പറയും വീണ്ടും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ അങ്ങനെ വീണ്ടും ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ലിസ്റ്റിൽ വരാൻ തുടങ്ങി. അപ്പോൾ ആ സന്തോഷം എത്രത്തോളാണെന്ന് ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാം നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, ആവശ്യമുള്ളത് മാത്രം പഠിച്ചാൽ മതി. കോമ്പറ്റേറ്റീവ് എക്സാമിന് ഇപ്പം ലോകത്തുള്ള എല്ലാം നമ്മൾ പഠിച്ചെടുക്കേണ്ട കാര്യമേ ഇല്ല. സിലബസിൽ എക്സാംസ് നോക്കൂ, എല്ലാ ബാങ്ക് ആയാലും SSC ആയാലും എക്സാംസ് എല്ലാം ടൈം ബേസ്ഡ് ആണ്. അപ്പോൾ ഇത്ര സമയത്തിൽ ഇത്ര ക്വസ്റ്റ്യൻ നമുക്കറിയണം. അത് എഴുതുന്ന ആർക്കും എല്ലാ ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? നമ്മളെല്ലാം പഠിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ കോമ്പറ്റേറ്റീവ് എക്സാമിൽ ആവശ്യം സ്മാർട്ട് ലേണിംഗ് ആണ്. നമുക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ ഏതെങ്കിലും ഒരു വിഷയം അല്ലെങ്കിൽ ഏതെങ്കിലും ചാപ്റ്റർ നമുക്കറിയില്ല, അത് വിട്ട് കളയണം. അത് വിട്ടിട്ട് ബാക്കിയുള്ള പഠിക്കണം. അതിന് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്, ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോമ്പറ്റേറ്റീവ് എക്സാമിൽ വേണ്ടത് സ്മാർട്ട് ലേണിംഗ് ആണ്. അതാണ് കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഒരു മന്ത്രം എന്ന് തന്നെ പറയാം. അപ്പോൾ അതിനാണ് ആ ഒരു ടെക്നിക്, അതിനാണ് എന്നെ റേസ് ഒരുപാട് സഹായിച്ചിട്ടുള്ളത്. അവിടെയുള്ള മെന്റേഴ്സൊക്കെ പലതും പറയും, നിങ്ങളിപ്പോൾ എല്ലാം ഇത് പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഇതറിയില്ലെങ്കിൽ ഇത് വിട്ടിട്ട് നിങ്ങൾ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യൂ. കാരണം എല്ലാ ക്വസ്റ്റ്യനും എല്ലാവർക്കും ചെയ്തു തീർക്കാൻ ഒരിക്കലും പറ്റില്ല. SSCയിലാണെങ്കിലും ശരി, ബാങ്കിങ്ങിലായാലും ശരി. അപ്പോൾ നമുക്കറിയാവുന്നതും ആവശ്യമുള്ളതും മാത്രം പഠിക്കുക. സ്മാർട്ട് ലേണിംഗ് എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക. അതിന് എന്നെ റേസ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ പഠിച്ച റേസ് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടുത്തെ ഓരോ മെന്റേഴ്സും മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് എന്നോട് സംസാരിച്ചിട്ടുള്ളത്.
അവിടെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്ന ജയരാജ് സാർ ആയിക്കോട്ടെ, മാത്സിന് ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത അവിടുത്തെ മെൻറ്റർ സുമി മാഡം ആയിക്കോട്ടെ, അങ്ങനെ അവരെല്ലാവരും വളരെ മോട്ടിവേറ്റീവ് ആയിരുന്നു, ഒരുപാട് സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. നമ്മൾ എക്സാമിന് വേണ്ടി പഠിച്ച് എഴുതി തുടങ്ങുമ്പോൾ ചിലപ്പോൾ ആദ്യത്തെ എക്സാമിൽ നമ്മൾ പ്രിലിംസ് തന്നെ ക്ലിയർ ആവില്ല. അപ്പോൾ നമ്മൾ മെൻ്റലി ഡൗൺ ആവും, നമുക്ക് അതിനുള്ള കഴിവില്ലേ, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെക്കാട്ടിലും മോശക്കാരാണോ എന്നൊക്കെ നമുക്ക് തോന്നുന്ന അവസ്ഥകളുണ്ടാവും. അതും പോരായിട്ട് എക്സർവൈസ്മെൻ്റ് ആകുമ്പോൾ പ്രായം ഉണ്ടാവും 40-നോട് അടുത്ത്. വീട്ടുകാരും നാട്ടുകാരും ചോദിക്കും, അവൻ ഈ പ്രായത്തിലും ജോലി ഇട്ടറിഞ്ഞു വന്നിട്ട് ഇനിയിപ്പോൾ ഇവ എന്തിന് പഠിക്കാൻ പോകുന്നു, അങ്ങനെ പല അപഹാസ്യങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ചിലപ്പോൾ കേൾക്കേണ്ടി വരും. അപ്പോൾ ആദ്യം എക്സാം ഒക്കെ ക്ലിയർ ആവാതെ, പ്രിലിംസ് പോലും ക്ലിയർ ആവാതെ വരുമ്പോൾ വിഷമം തോന്നും. പിന്നെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടും ഒക്കെ ആവുമ്പോൾ നമ്മളെ മനസ്സിനെ തന്നെ വീണ്ടും പറഞ്ഞു പഠിപ്പിക്കും, നിങ്ങൾ ആരെക്കാട്ടിയും ചെറുതല്ല. കാരണം 20 വർഷം മുമ്പ് നിങ്ങൾ ഇതുപോലെ ഒരു കോമ്പറ്റീഷൻ എക്സാം ക്ലിയർ ആയിട്ടാണല്ലോ നിങ്ങൾ ഫോഴ്സിൽ ജോയിൻ ചെയ്തത്. ഇതുപോലുള്ള സിലബസും ഇതിൻ്റെ പോലെയുള്ള എക്സാം ഒക്കെ പഠിച്ചെഴുതി വിജയിച്ചിട്ടാണല്ലോ നിങ്ങൾ 20 വർഷം ജോലി ചെയ്തത്. അതുകൊണ്ട് മനസ്സിനെ സ്വയം പറഞ്ഞ് പഠിപ്പിക്കും, നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾ വിചാരിച്ചാൽ പറ്റും. പിന്നെ എല്ലാവരും എല്ലാ ആദ്യ ശ്രമത്തിൽ നേടുന്നവരല്ല. അങ്ങനെ സ്വയം ഒരു മെൻ്റൽ ബൂസ്റ്റപ്പ് കൊടുക്കും, വീണ്ടും ട്രൈ ചെയ്യും. ഞാൻ പലപ്പോഴും പ്രിലിംസ് ക്ലിയർ ആയി വന്നിട്ടുണ്ട്. പ്രിലിംസും മെയിൻസും ക്ലിയർ ആയതിനു ശേഷം ടൈപ്പിംഗ് ടെസ്റ്റ് വരുമ്പോൾ ടൈപ്പിംഗ് ടെസ്റ്റ് ഫെയിലായി ഔട്ടായിട്ടുണ്ട്. അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട്. എപ്പോഴും സെൽഫ് മോട്ടിവേഷൻ വളരെ ആവശ്യമാണ്. നമ്മളെ കൊണ്ട് കഴിയുമെന്ന് മനസ്സിനെ പറഞ്ഞു ബോധിപ്പിക്കുക. അല്ലാതെ നമ്മൾ നിരാശരായി നടന്നാൽ നമ്മളെ ആരും ആശ്വസിപ്പിക്കില്ല. ഈ ലോകം വിജയികളുടേത് മാത്രമാണ്. ഞാൻ ആദ്യം എക്സാം ക്ലിയർ ആയത് EPF സോഷ്യൽ സെക്യൂരിറ്റി അസിസ്റ്റന്റിന്റെ എക്സാമാണ് ആദ്യം ക്ലിയർ ആവുന്നത്. അത് ക്ലിയർ ആയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പക്ഷേ അതിന്റെ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ടൈപ്പിംഗ് ടെസ്റ്റിൽ ഞാൻ ഫെയിലായി. അങ്ങനെ ആ ജോലി എനിക്ക് കിട്ടിയില്ല. പിന്നെ MTS 2 വർഷം 3 പ്രാവശ്യം ഞാൻ തുടർച്ചയായിട്ട് എനിക്ക് ക്ലിയർ ആയി MTS. പിന്നെ MTS ജോലി താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അതിന് ഞാൻ ജോയിൻ ചെയ്തില്ല. പിന്നെ കേരള PSCയുടെ ഒരു LDC ലെവൽ എക്സാം ഞാൻ ക്ലിയർ ആയി, ഇപ്പോൾ ലിസ്റ്റിലുണ്ട്. പിന്നെ ഇപ്പോൾ ഈ CHSL ക്ലിയർ ആയിട്ടുണ്ട്. പ്രിലിംസ് ഒരുപാട് ഞാൻ ക്ലിയർ ആയിട്ടുണ്ട്. മെയിൻസിലാണ് ഔട്ട് ആവുന്നത്. CHSL ആണെങ്കിലും എക്സാം ക്ലിയർ ആയപ്പോൾ ആദ്യം നമുക്ക് ഒരുപാട് സന്തോഷം കഴിയും. എന്ത് കാര്യവും നമ്മൾ ആദ്യം ഉടനെ ആരോടും പറയില്ല, ഒന്നും കൂടെയൊക്കെ നോക്കും. നമുക്ക് തെറ്റ് പറ്റുമല്ലോ, ഇത് എൻ്റെ പേര് തന്നെയാണോ വന്നിരിക്കുന്നത്, സ്ക്രോൾ ചെയ്ത മുകളിലോട്ടും താഴോട്ടൊക്കെ ഒന്നും കൂടെയൊക്കെ നോക്കും. രണ്ടാമത് വീണ്ടും ഹോൾ ടിക്കറ്റ് എടുത്ത് നോക്കും, ഇത് എൻ്റെ നമ്പർ തന്നെയാണോ, ഇത് ഞാൻ തന്നെയാണോ, അച്ഛൻ്റെ പേര് കറക്റ്റ് ആണോ, അമ്മയുടെ പേര് കറക്റ്റ് ആണോ. അങ്ങനെ 100 വട്ടം ഞാൻ നോക്കിയിട്ട് ഉറപ്പ് വരുത്തും ഇത് ഞാൻ തന്നെയാണോ. അങ്ങനെ ഞാനാണെന്ന് എനിക്ക് ഉറപ്പ് വന്നു കഴിയുമ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഭാര്യയോടാണ് സന്തോഷം ഷെയർ ചെയ്യുന്നത്. കാരണം എൻ്റെ എന്ത് കൊച്ചു സന്തോഷത്തിനും അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഭാര്യയുടെ ആ ഒരു സന്തോഷം കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനെല്ലാം ആദ്യം വൈഫിനോടാണ് പറയുന്നത്. എനിക്ക് എപ്പോഴും തോന്നാറുള്ളൊരു കാര്യമാണ്, പഠനത്തിനായിട്ട് കിട്ടുന്ന ഒരു അവസരവും നമ്മൾ പാഴാക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മൂത്ത ആൾ വന്നിട്ട് ഇപ്പോൾ 8ാം ക്ലാസ്സിലാണ്. നമ്മൾ വീട്ടിൽ എല്ലാവരും പഠിക്കുന്ന ഇപ്പോൾ ഞാനായാലും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ബിസിനസ് ചെയ്യുന്നു, ഇതിനടുത്ത് എന്ത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നു, ഹസ്ബൻഡ് പഠിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മളെപ്പോഴും പറയും, നമ്മൾ മക്കളെ ഒരു റോൾ മോഡലിനെ നമ്മൾ കാണിച്ചു കൊടുക്കാറുണ്ടല്ലോ, ഇന്ന ആളിനെ പോലെ ആകുന്നീ എന്ന് പറയാറുണ്ട്. പക്ഷെ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ ആയിരിക്കണം റോൾ മോഡൽസ് എന്ന് പറയേണ്ടത്. അച്ഛനെയും അമ്മയും എന്ത് ചെയ്യുന്നു അവരുടെ കണ്ടായിരിക്കണം മക്കൾ വളരുന്നതും. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്യുന്നു, അച്ഛൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നു, ഈ ഒരു 20 വർഷം രാജ്യത്തിന് വേണ്ടി സേവിച്ചു, അതിനുശേഷം ഉള്ള ഒരു റിട്ടയർമെന്റ് ലൈഫിൽ റിട്ടയറായി വെറുതെ വീട്ടിൽ ഇരിക്കുക അങ്ങനെയുള്ള ഇതിനോടും പോവാതെ ഒരു ജോലി വേണം എന്നുള്ള അച്ഛൻ്റെ ആ ഒരു മോട്ടീവ്, അത് ഞങ്ങളുടെ മക്കൾക്ക് വരണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അച്ഛനെ കണ്ടു തന്നെയാണ് മൂത്ത മകൻ, ഇളയാൾ ചെറിയ കുട്ടിയാണ്, അപ്പോൾ അത് അറിയാൻ അവർ തിരിച്ചറിവ് വന്നിട്ടില്ല. അപ്പോൾ അത് കണ്ടിട്ട് മക്കൾ വളരണം. ഇപ്പം മോന് ഇന്നലെ ഞങ്ങളിങ്ങനെ അച്ഛന് ജോലി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അവന് ഒരുപാട് സന്തോഷമായി. അപ്പോൾ അവന് മനസ്സിലാകുന്നുണ്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. അപ്പോൾ ആ ഒരു സന്തോഷം, ആ ഒരു നിമിഷം അവർക്കും എൻജോയ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ അത് കണ്ടിട്ട് അത് വളരെ ഹാപ്പിയാണ്. എനിക്ക് നാട്ടിൽ തന്നെ നിൽക്കണം എന്നുള്ളത് എനിക്ക് മുന്നേ ഉണ്ടായിരുന്ന ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് എയർഫോഴ്സിൽ 58 വയസ്സ് വരെ ജോലിയായിരുന്നു. മിനിമം വേണ്ട 20 വർഷം സർവ് ചെയ്ത് ഞാൻ റിട്ടയർമെൻറ്റ് എടുത്തു വന്നത് കേരളത്തിൽ തന്നെ ജീവിക്കണം, ഫാമിലിയോടൊപ്പം ഇവിടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ചു, എന്ത് ജോലിക്ക് പോയാലും അധികം ഒരുപാട് ദൂരെയൊന്നും പോവാതെ അറ്റ്ലീസ്റ്റ് എന്നും വീട്ടിൽ വരാൻ പറ്റിയില്ലെങ്കിലും വീക്കെൻഡ്സിലെങ്കിലും വീട്ടിൽ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ പറ്റുന്ന ഒരു ജോലി ആയിരിക്കണമെന്ന് ഞാൻ അന്ന് തന്നെ തീരുമാനിച്ചിരുന്നു. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ
എക്സ് സർവീസ്മെൻ ഡിഫൻസ് അത് കഴിഞ്ഞിറങ്ങുന്നവർക്ക് അവർ 20 വർഷവും അല്ലെങ്കിൽ 15 വർഷത്തിന് മുകളിൽ ഗവൺമെന്റ് ജോലി ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ അവർക്ക് പിന്നെ ഒരു പ്രൈവറ്റ് സെക്ടറിലെ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ജലസി, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഉന്ത് തള്ള്, അങ്ങനെയുള്ള ഫീൽഡ്, അതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എക്സ് സർവീസ്മെൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൃത്യമായിട്ട് ഒരു ചിട്ടയോട് കൂടി ടു ഡു ബേസിസിൽ കാര്യങ്ങളെല്ലാം ചെയ്യുകയും, അത് എൻ്റെ പണി ഇതാണ്, ഒരു ഇന്നതാണ് ഞാൻ ചെയ്യേണ്ടത്, അതിങ്ങനെ ഒരു മെഷീൻ പോലെ അല്ലെങ്കിൽ ഒരു ചക്രം പോലെ കറങ്ങുന്ന രീതിയിലുള്ള വർക്കിംഗ് എൻവയോൺമെൻ്റ് ആണ് ഡിഫൻസിൽ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ശരിക്കും പറഞ്ഞാൽ 20 വർഷവും 15 വർഷത്തിന് മുകളിലൊക്കെ സർവ് ചെയ്ത് ഒരു യങ് ഏജ് ജസ്റ്റ് ക്രോസ് ആയതിനു ശേഷം വരുന്ന ഒരു പ്രായത്തിൽ പിന്നീട് ആ പ്രൈവറ്റ് സെക്ടർ പോയി അങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് ഫീൽഡ് ഒക്കെ നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വല്പം ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഇന്നിങ്സ് കരിയർ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് സർക്കാർ ജോലിക്ക് ട്രൈ ചെയ്യുക എന്നത് തന്നെയാണ്. കാരണം SSC വഴിയുള്ള CGL, CHSL ഇതിനെല്ലാം എനിക്ക് തോന്നുന്നു എക്സ് സർവീസ്മെന് അവർ വെയിറ്റേജ് തരുന്നുണ്ട് 10%. ഈവൻ ബാങ്കിങ് സെക്ടറിലാണെങ്കിൽ പേ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. അതായത് നമ്മൾ റിട്ടയർ ആകുമ്പോൾ നമുക്ക് എന്ത് പേയ്മെൻറ്റ് കിട്ടുന്നോ അതിൻ്റെ ഒരു ഇൻക്രിമെൻറ്റ് കൂട്ടിയാണ് നമുക്ക് ബാങ്കിൽ ഈവൻ ആസ് എ ക്ലർക്ക് തന്നെ നമുക്ക് സാലറി തരുന്നത്. അപ്പോൾ ഈ ഫെസിലിറ്റിയൊക്കെ ഉള്ളത് കൊണ്ട് ഡിഫൻസ് പേഴ്സണൽ എന്തായാലും കൂടുതൽ അവർക്ക് നല്ലത് ഗവൺമെൻറ് ജോബ്സിന് ട്രൈ ചെയ്യുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെയുള്ള നമ്മൾ കോച്ചിങ് എടുത്ത്, ഇപ്പോൾ ആദ്യം നമ്മളെ കൊണ്ട് വിജയിക്കാൻ പറ്റിയില്ലെങ്കിലും വീണ്ടും ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും എല്ലാവർക്കൊണ്ടും ഇത് പറ്റുന്നത് തന്നെയാണ്. എനിക്കങ്ങനെ ഒരുപാട് വലിയ ഡ്രീംസ് ഒന്നുമില്ല. കാരണം അങ്ങനെ വലിയ ഡ്രീംസിനുള്ള കരിയറിനുള്ള നമുക്ക് പ്രായം കഴിഞ്ഞു, നമ്മളൊരു കരിയർ കഴിഞ്ഞു, സെക്കൻഡ് കരിയറാണ് നോക്കുന്നത്. അപ്പോൾ ഡ്രീം എന്ന് പറയുന്നത് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഗവൺമെൻറ് സെക്ടറിലെ ഏറ്റവും മാക്സിമം അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ലെവൽ നമുക്ക് എന്താണ് കിട്ടുന്നത് അത് നേടിയെടുക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ CGL എക്സാം ആണെങ്കിൽ അതിലെ ഏറ്റവും നല്ല പോസ്റ്റുകൾ ഏതെങ്കിലും ഒരെണ്ണം, ലൈക്ക് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അതാണ് എൻ്റെ ഡ്രീം. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരോടുമായിട്ട് എക്സ് സർവീസ്മെനും പിന്നെ അല്ലാതെ നോർമൽ കുട്ടികളും എല്ലാവർക്കും ആദ്യം നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ചിട്ടയായി പഠിക്കുക. ആദ്യം ഒന്ന് കാലിടറിയാലും വീണ്ടും എണീറ്റ് നടക്കുക. ഉറപ്പായിരിക്കും അന്തിമമായിട്ട് വിജയം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. എനിക്കിപ്പോൾ ഈ ജോലി ഇപ്പോൾ ലഭിച്ചതിൽ ആദ്യം സർവേശ്വരനോട് നന്ദിയുണ്ട്, പിന്നെ എൻ്റെ അച്ഛനോടും അമ്മയോട്, പിന്നെ എനിക്ക് എപ്പോഴും സപ്പോർട്ട് തരുന്ന എൻ്റെ ഭാര്യയോട്, പിന്നെ ഞാൻ പഠിച്ച വെരാന്ത റൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെ എന്നെ സഹായിച്ച എൻ്റെ മെൻറ്റേഴ്സിനും എന്നെ പഠിപ്പിച്ച അധ്യാപകരോടും എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. താങ്ക് യു സോ മച്ച് വെരാന്ത റൈസ്. എനിക്കിത് നേടാൻ സാധിച്ചതിൽ നിങ്ങളുടെ സഹായവും സപ്പോർട്ടും ഒരുപാടാണ്, വിലമതിക്കാനാവാത്തതാണ്. താങ്ക് യു.